വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് പ്രതി അഫാനെ കടക്കടിയിൽ മുക്കിയത് ലോൺ ആപ്പുകളെന്ന് മാതാവ് ഷെമിയുടെ വെളിപ്പെടുത്തൽ. കൂട്ടക്കൊലപാതകം നടന്ന ദിവസം ലോൺ ആപ്പിലടക്കം 3 പേർക്ക് പണം തിരികെ നൽകാനുണ്ടായിരുന്നു. കൂട്ടാത്മഹത്യയെക്കുറിച്ച് ആലോചിച്ചിരുന്നില്ലെന്നും അഫാനോട് ക്ഷമിക്കാൻ കഴിയില്ലെന്നും ഷെമി 24നോട് പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. പിന്നെ മോൻ കഴുത്തിലെഴുതിയിട്ട് പിന്നെ മച്ചി ക്ഷമിക്കണേന്ന് പറഞ്ഞ് പിന്നെ ഫർസാനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ആശുപത്രി കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് പോയി അവൻ. ഫെബ്രുവരി 24 ഷെമിയുടെ ജീവിതത്തിലെ ഏറ്റവും വേദനിപ്പിക്കുന്ന ദിവസമാണ്. അഫാൻ തന്നെ ബോധരഹിതയാക്കാൻ എന്തോ തന്നുവെന്ന് ഷെമി സംശയിക്കുന്നു. അന്ന് തനിക്ക് ബോധമുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലെന്ന് ഷെമി. എന്തോ എനിക്ക് കഴിച്ചെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല അതിനെപ്പറ്റി. ഓർമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കൂലായിരുന്നു. 25 ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടായിരുന്നത്. വീടും വസ്തുവും വിറ്റ് കടം തീർക്കാമായിരുന്നു. കൂട്ട ആത്മഹത്യയെക്കുറിച്ച് ആലോചിച്ചിരുന്നില്ലെന്നും ഷെമി. കുടുംബം ഒന്നാകെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾക്ക് വസ്തു വിറ്റ് കടങ്ങൾ തീർക്കാം മക്കളെ എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. വസ്തു വിറ്റ് കടങ്ങൾ തീർക്കാം എന്നാണ് പറഞ്ഞത്. അഫാൻ ലോൺ ആപ്പുകളിൽ നിന്നും വായ്പ എടുത്തിരുന്നു. എം പോക്കറ്റ് എന്ന ആപ്പിൽ നിന്നും എടുത്ത വായ്പ തിരിച്ചടയ്ക്കാൻ ഫെബ്രുവരി 23-നും 24-നും ഫോൺ വിളികൾ വന്നു. അതിന്റെ ടെൻഷൻ അഫാനിലുണ്ടായിരുന്നു. രാത്രിയും വിളിച്ചായിരുന്നു, തലേദിവസവും വിളിച്ചായിരുന്നു, പിറ്റേന്നും വിളിച്ചായിരുന്നു. അഫാന്റെ പെരുമാറ്റം എങ്ങനെയായിരുന്നു? ഇവർ വിളിച്ചു കഴിഞ്ഞപ്പോൾ അടയ്ക്കാന്ന് പറഞ്ഞു, പൈസ അടയ്ക്കാന്ന് പറഞ്ഞു. വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്കിൽ നിന്നും ബന്ധുവിന്റെ പക്കൽ നിന്നും വാങ്ങിയ പണം തിരിച്ചടക്കേണ്ടത് കൂട്ടക്കൊലപാതകം നടന്ന ദിവസം തന്നെ ആയിരുന്നുവെന്നും ഷെമി വെളിപ്പെടുത്തി. എനിക്ക് പറ്റൂല, എനിക്ക് ക്ഷമിക്കാൻ. എൻ്റെ കൊച്ചിനെ കൊന്നളഞ്ഞു. ക്യാമറാമാൻ സിറിലിനും ജിതിനുമൊപ്പം ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം.